PM ശ്രീ പദ്ധതി പ്രൈം മിനിസ്റ്ററുടെ പേരിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ പദ്ധതി കരാർ ഒപ്പിടാൻ കേരള സർക്കാർ. ശരിക്കും പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് പോയിരിക്കുന്നു. അങ്ങനെ PM ശ്രീയിൽ ഒപ്പിട്ടത് കൊണ്ടൊന്നും ഒരു വിഷയവും വരാനില്ല. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾ അതുപോലെ നടപ്പിലാക്കണമെന്ന് നിർബന്ധമില്ല. സിലബസ് പരിഷ്കാരത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, കരിക്കുലം നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുവരാം, ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ അതിനകത്ത് ഇടപെടില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇതല്ലേ മിസ്റ്റർ ബിനോയ് വിശ്വം, ഇതല്ലേ മിസ്റ്റർ പിണറായി, ഇതല്ലേ മിസ്റ്റർ ശിവൻകുട്ടി നിങ്ങളോട് മലയാളത്തിൽ, പച്ച മലയാളത്തിൽ ഞങ്ങളെപ്പോലുള്ള ചാനലുകളും ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളും പറഞ്ഞത്? നിങ്ങൾ കേവല ഒരു കേന്ദ്ര വിരുദ്ധ BJP വിരുദ്ധ ഒരു രാഷ്ട്രീയ ആയുധമാക്കി അതിനെ എടുത്തുകൊണ്ട് വലിയ നാടകവും ചക്കളത്തി പോരാട്ടമാണ് ഇവിടെ നടത്തിയത്. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? സമഗ്ര ശിക്ഷാ അഭിയാൻ SSAക്ക് കിട്ടാനുള്ള ഫണ്ട് വാങ്ങിയെടുക്കാൻ പറ്റിയില്ല, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്കുള്ള ഫണ്ട് കിട്ടിയില്ല, 100 കണക്കിന് സ്കൂളുകൾക്ക് കിട്ടേണ്ടുന്ന ഫണ്ട് വാങ്ങിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന കേന്ദ്രീയ വിദ്യാലയമുണ്ട്. ആകപ്പാടെ നിങ്ങൾക്കൊരു ആശയമുള്ളത്, നിങ്ങൾക്കൊരു പ്രശ്നമുള്ളത് PM എന്നുള്ള പേര് പ്രൈം മിനിസ്റ്റർ PM ശ്രീ എന്ന് എഴുതുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ റോസ്ഗാർ യോജനയുണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുണ്ട്, രാജീവ് ഗാന്ധി ഡ്രിങ്കിങ് വാട്ടർ മിഷനുണ്ട്, ദീനദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള മിഷനുണ്ട്, വാജ്പേയിയുടെ പേരിലുള്ള മിഷനുണ്ട്, എത്ര ആളുകളുടെ വ്യക്തികളുടെ പേരിലുള്ള മിഷനുണ്ട്. അപ്പം പ്രധാനമന്ത്രിമാരായിരുന്ന വ്യക്തികളുടെ പേരിൽ തന്നെ മിഷനുകളും പ്രോജക്റ്റുകളും ഈ രാജ്യത്ത് നടപ്പിലാക്കിയ രാജ്യത്താണ്. വ്യക്തിയുടെ പേര് നരേന്ദ്രമോദി PM ശ്രീ എന്ന് പറയാതെ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ വളരെ ചീപ്പായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് കളിച്ച് BJPക്കെതിരെയുള്ള ഒരു പൊളിറ്റിക്സ് കളിച്ച് CPIയിൽ കുറേ നേട്ടമുണ്ടാക്കുകയും ചെയ്തു. CPI വ്യക്തിത്വമുള്ള പാർട്ടിയാണ്, ഐഡൻറ്റിറ്റി ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേട്ടമുണ്ടാക്കി പൊളിറ്റിക്കലായി. പക്ഷേ ഡെവലപ്മെൻ്റൽ സൈഡ് നോക്കുമ്പോൾ വലിയ ദുരന്തമാണ് നിങ്ങളന്ന് കാണിച്ചത്. നിങ്ങളുമായി ആലോചിക്കാതെ, ഘടകകക്ഷികളുമായി ആലോചിക്കാതെ, LDF ആലോചിക്കാതെ PM ശ്രീയിൽ ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമാണ് അന്നുണ്ടായത്. പക്ഷെ യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്ത ഒരു വിവാദമായിരുന്നു. ഇപ്പോഴിതാ സർക്കാർ പുട്ടുപോലെ PM ശ്രീയിൽ നിന്ന് പൈസ മേടിക്കുന്നു. ഇന്നലെ രാജീവ് ചന്ദ്രശേഖറും VD സതീശനും തമ്മിൽ കുറേ അധികം സമയം കാര്യങ്ങൾ ചർച്ച ചെയ്തു. കേന്ദ്രവുമായി നല്ല ബന്ധത്തിൽ പോയി പരമാവധി പ്രോജക്റ്റുകൾ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് കേരളത്തിലെ പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത്. BJPയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടല്ല, വിശുദ്ധമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നു, ഒരു ജെന്റിൽമാൻ അണ്ടർസ്റ്റാൻഡിങ് വരുന്നു. അതിലൂടെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് CPMനാണ്. ഈ ആവശ്യമില്ലാത്ത ഈഗോയും കോംപ്ലക്സും ഒക്കെ അടിച്ച് ആവശ്യമില്ലാത്ത പെറ്റി പൊളിറ്റിക്സ് പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന പണം നിങ്ങൾ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ടതുകൊണ്ട് കുറേ സമരം നടക്കുമായിരിക്കും, അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ സമരം വരുമായിരിക്കും. എന്തെല്ലാം സമരം വന്നാലും PM ശ്രീയിൽ ഒപ്പിടുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതിനനുഗുണമായ റിപ്പോർട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ ഗവൺമെൻറ്റിലേക്ക് പോയിരിക്കുന്നത്. PM ശ്രീയിൽ ഒപ്പിട്ടത് കൊണ്ട് കേന്ദ്രത്തിൻ്റെ വല്ലാത്ത ഒരു നിയന്ത്രണമൊന്നും വിദ്യാഭ്യാസ വകുപ്പിൽ വരാൻ പോകുന്നില്ല. സിലബസും കരിക്കുലവും എല്ലാം നിശ്ചയിക്കാൻ കേരളത്തിന് ഇതിന് അവകാശമുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ വൈസുള്ള സപ്പോർട്ടാണ്, ക്വാണ്ടിറ്റി വൈസുള്ള സപ്പോർട്ടാണ്, ക്വാളിറ്റി വൈസുള്ള സപ്പോർട്ടാണ് നൽകുന്നത്. ബാക്കിയുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ചെയ്യാം. ഇതൊരു ഹാർഡ്വെയർ സപ്പോർട്ടാണ് കേന്ദ്രത്തിൽ നിന്ന് തരുന്നത്. അത് എല്ലാ സ്കൂളുകളുമില്ല, സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ മോഡൽ സ്കൂളുകളിലാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. അങ്ങനെ രാജ്യത്ത് നേരത്തെ തന്നെ നടപ്പിലാക്കിയ പോണ്ടിച്ചേരിയിലൊക്കെ മാഹിയിൽ വരെ നടപ്പിലാക്കി, ക്രിസ്ത്യൻ സ്കൂളുകളിൽ നടപ്പിലാക്കി, മുസ്ലിം സ്കൂളുകളിൽ നടപ്പിലാക്കി, ക്രിസ്ത്യൻ സ്കൂളുകളിലും മുസ്ലിം സ്കൂളുകളിലും ഒക്കെ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി കേവല പിടിവാശി കൊണ്ട് മാത്രം കേരളത്തിൽ നടന്നില്ല. ബിനോയ് വിശ്വം പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. നിങ്ങൾ കേവലമായ ഒരു കേന്ദ്ര ഗവൺമെൻറ് വിരുദ്ധമായ ഒരു നിലപാടെടുത്തുകൊണ്ട് കൃത്യമായി നിങ്ങൾ ഒരു വല്ലാത്ത രീതിയിലാണ് PM ശ്രീയെ കണ്ടത്. അതുകൊണ്ട് സംഭവിച്ചത് ഇവിടെ കിട്ടേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. മാത്രമല്ല PM ശ്രീയിൽ ഒപ്പിടാത്തത് കൊണ്ട് തന്നെ SSKയുടെ പൈസയും നമുക്ക് കിട്ടാതെ പോയി. അനുഗുണമായി മറ്റൊരുപാട് സാമ്പത്തിക നഷ്ടം സംസ്ഥാനത്തിനുണ്ടായി. അതേസമയം SSK നിങ്ങൾ ഒപ്പിടാതെ PM ഉഷ എന്ന് പറയുന്ന ഹയർ എഡ്യൂക്കേഷനിലുള്ള കോളേജ് തലത്തിലുള്ള PM ഉഷ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇവിടെ അതിൽ മാന്യമായി ഒപ്പിടുകയും ചെയ്തു. അപ്പോൾ PM ഉഷയിൽ ഒപ്പിടാം, PM ശ്രീയിൽ ഒപ്പിടാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒരു തക്കിട തരികിട
മുണ്ടത്തിക്കോട് പരിപാടി നടത്തിക്കളഞ്ഞു. അത് വളരെ മോശമായി. വളരെ വളരെ മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെ ഉണ്ട് കേട്ടോ. അവരോട് ജനങ്ങൾ എന്നോട് പിണങ്ങരുത്, ഞാനൊരു പ്രാസൊപ്പിച്ച് അങ്ങ് മുണ്ടത്തിക്കോടെന്ന് പറഞ്ഞതാണ്. ഒരു ശൈലിയായിപ്പോയി, ആവശ്യമില്ലാത്തൊരു ശൈലിയാണ് കാണിച്ചത് ഗവൺമെൻറ്. അതിൽ ശിവൻകുട്ടിയും ട്രാപ്പിൽ വീണു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന ഒരു വിദ്യാഭ്യാസ ഉപദേശകനും അതിനകത്ത് ചെന്നുപെട്ടു. എല്ലാവരും കൂടി എന്തായാലും മനോഹരമാണ്, രസകരമാണ്, കാര്യങ്ങൾ കൊള്ളാം. നമുക്ക് നടക്കട്ടെ കാര്യങ്ങൾ എന്ന് തന്നെ പറയാം. PM ശ്രീയിൽ നിന്ന് പണം വാങ്ങാൻ തന്നെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന തുക, ഞാൻ പറഞ്ഞില്ല, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്ക് കൊടുക്കാനുള്ള തുകയുണ്ട്. അതുപോലെ തന്നെ SSKയിലുള്ള സ്റ്റാഫിന് കൊടുക്കാനുള്ള ശമ്പളമുണ്ട്. ഒരുപാട് തുക കിട്ടാനുണ്ട്. ഇനിയും തുക തരാനും ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിയെടുക്കാനും നമുക്കിഷ്ടമാണ്. ഇപ്പോൾ ജലജീവ മിഷൻ, പിന്നെ ഗുണഭോക്തൃ സമിതികളൊക്കെ വെച്ച് ചെയ്യണമെന്നാണ് നാഷണൽ ഗൈഡ് ലൈൻ. നമ്മൾ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? നേരത്തെ NWDPRI, സ്വജൽധാര, ഇതിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതൊന്നും ഗൈഡ് ലൈൻ ഒരു വഴിക്ക് നിൽക്കും. നമ്മൾ സ്റ്റേറ്റിൻ്റെ താല്പര്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും. ഗൈഡ് ലൈൻ ഇസ് എ ബ്രോഡ് ഔട്ട്ലൈൻ മാത്രമാണ്. അല്ലാതെ അതൊരു കൃത്യമായി അത് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു മാൻഡേറ്ററി ഗൈഡ് ലൈൻ അല്ല, ബ്രോഡ് ഔട്ട്ലൈൻ മാത്രമാണ്. അപ്പോൾ ബ്രോഡ് ഔട്ട്ലൈനിലാണ് MOU വരുന്നത്. എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റായിട്ട് MOU വയ്ക്കുകയും വേണം. ഇത് പുതിയൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു കാര്യമില്ലാത്ത, യാതൊരു സെൻസിബിലില്ലാത്ത ഒരു വിവാദമാണ് കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയത്. അത് ഒരു കാര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യമില്ലായിരുന്നു. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നമുണ്ടാക്കി. ഇപ്പോഴിതാ പുതിയ UDF സർക്കാർ വന്നപ്പോൾ PM ശ്രീയിൽ നിന്ന് കൃത്യമായി പണം വാങ്ങാം, അതിൽ തെറ്റില്ല എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മറുപടി കൊടുത്തിരിക്കുന്നു, റിപ്പോർട്ട് തയ്യാറായി കൊടുത്തിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ക്യാബിനറ്റിൽ വെച്ച് അതിൻ്റെ തീരുമാനമുണ്ടാകും. അങ്ങനെ കേന്ദ്രവുമായി ഉടക്കുന്നതിന് പകരം കേന്ദ്രത്തിനെതിരെയുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് വെളിയിൽ പറയാം, പക്ഷെ ഭരണത്തിൽ മച്ച ഭായി ആയിട്ട് തന്നെ പോകണം എന്നതാണ് സതീശൻ്റെ നിലപാട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയെയും പല മന്ത്രിമാരെയും അവിടെ പോയി കണ്ടു. ഇനിയും പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഗവൺമെൻറ് എടുത്തു പോകുന്നത്. PM ശ്രീയിൽ ഒപ്പിട്ടതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കൃത്യമായ സിലബസ് പരിഷ്കാരത്തിലോ അല്ലെങ്കിൽ കരിക്കുലം പരിഷ്കാരത്തിലോ ഒന്നും ഒരു സാധ്യതയുമില്ല. അത് സ്റ്റേറ്റിന് ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത്. അതിൽ സെൻട്രൽ ഗവൺമെൻറ് വലുതായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാതെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കിടന്ന് ആവശ്യമില്ലാത്ത തെരുവ് യുദ്ധം CPM-ഉം CPI നടത്തുകയും സംസ്ഥാനത്തിന് കിട്ടേണ്ടുന്ന കൃത്യമായ വിഹിതം വാങ്ങിച്ചെടുക്കാൻ കഴിയാതെ പോയതും.